ഓട്ടോ കേട്ടനാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു തനതായ ശൈലിയിലുള്ള ഒരു ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. ഹാലജനാണ്, നമുക്ക് LED വരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ലോഗോയും കാര്യങ്ങളും, പിന്നെ ആ ഗ്രില്ലിനൊക്കെ ഒരു പ്രത്യേക ഒരു മോൾഡിങ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു വിൻറ്റേജ് പോലെ. പിന്നെ നമുക്ക് സൈഡിലായൊരു ചെറിയൊരു സ്കേറ്റിങ് പോലെ കൊടുത്തിട്ടുണ്ട്. കളറ് നമുക്ക് സ്പോയിലർ വരുന്നില്ല, സ്പോയിലറില്ല, നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും, പിന്നെ നല്ല വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് കേട്ടോ. നമുക്ക് സൈഡ് മിററിൽ നമുക്ക് അതിൻ്റെ അകത്ത് കളർ വരുന്നില്ല, ബ്ലാക്ക് കളർ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് കയറുവാണെങ്കിൽ നമുക്ക് പവർ വിൻഡോയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല, സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ കേട്ടോ. അത് നമുക്ക് നോക്കാം. ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോഴ്സറിയൊക്കെ പുതിയ ചെയ്ത് വെച്ചിരിക്കുവാണ്. അത്യാവശ്യം അത്തരം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഇനി അകത്തൊക്കെ ജസ്റ്റ് നോക്കാം. സ്റ്റിയറിംഗ് വീലൊക്കെ തനതായ ശൈലിയിലുള്ള സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കൺസോളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാവേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചാവി വരുന്നത് സെൻട്രൽ ലോക്കും ചാവിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ചാവിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കീ ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് ചാവിയും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്ക് ഈ ചാവി ഒന്ന് ഇടുവാണെങ്കിൽ നമുക്ക് കൺസോളിൽ നോക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഈ ചാവി ഇതിലേക്ക് ഇടുവാണെങ്കിൽ ഒരു നോർമൽ ബേസിക് ആയിട്ടുള്ളൊരു മീറ്റർ കൺട്രോൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു സ്പീഡോ മീറ്ററും കാര്യങ്ങളും, പിന്നെ ഹീറ്റിങ് ബാഗിൻ്റെതും, പിന്നെ നോർമലായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കൺസോളിലേക്ക് വരുമ്പോൾ നോർമലായിട്ടുള്ളൊരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും, മെനു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ചെറിയൊരു നോർമൽ ഡിസൈനാണ്. പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത്. പിന്നെ നമ്മുടെ AC ഇടുന്നതും കൺട്രോളും കാര്യങ്ങളും, പിന്നെ 2 കപ്പ് ഹോൾഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ മൊബൈൽ എന്തെങ്കിലും, പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സെറ്റപ്പും, പിന്നെ ഗിയർ നോബൊക്കെ സാധാരണ നോർമലായിട്ടുള്ളൊരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ ഹാൻഡ് റെസ്റ്റിൻ്റെ ഇവിടെ വരുന്നില്ല. പിന്നെ നമുക്ക് ഒരു ഗ്ലോ ബോക്സിൽ വരുവാണെങ്കിൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മേളിൽ വരുവാണെങ്കിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത് വാഗണറിൻ്റെ ബാക്കിലെ ലൈറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫ്രണ്ടിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ സൺബറും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നിട്ടില്ല, സൺഗ്ലാസും കാര്യങ്ങളും. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സീറ്റൊക്കെ ആണെങ്കിലും നോർമൽ രീതിയിൽ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്, നമുക്ക് ബാക്കിലേക്ക് ജസ്റ്റ് കയറുവാണെങ്കിലും അത്യാവശ്യം നമുക്ക് ഡോർ പവർ വിൻഡോയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. ഗ്ലാസ്സൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ താക്കണം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പേസും കാര്യങ്ങളാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 4,23,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ടോപ്പ് മോഡലിന് 6,21,000 നമുക്ക് വരുന്നത് വരുവാണെങ്കിൽ. പിന്നെ LXi വരുന്നുണ്ട്, VXi വരുന്നുണ്ട്, VXi പ്ലസ് വരുന്നുണ്ട്, VXi AMD വരുന്നുണ്ട്. പിന്നെ 4 സീറ്റർ പ്ലേസാണ്. പിന്നെ കാര്യങ്ങളൊക്കെയാണ്. മൈലേജ് നമുക്ക് ഏകദേശം ഒരു 24.32 കിലോമീറ്റർ അവറേജ് നമുക്ക് വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി നമുക്ക് നോക്കാം. പിന്നെ എഞ്ചിൻ സ്പെസിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ആണ്. ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത്. ഇവിടെ നമുക്ക് ABS ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു 3 സിലിണ്ടർ എഞ്ചിനാണല്ലോ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 998 cc എഞ്ചിനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുവാണെങ്കിൽ. പിന്നെ നമുക്ക് മൈലേജ് വരുന്നത് 24 പോയിന്റ് സംതിങ് ആണല്ലോ. അപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണ്, അല്ല 4 സീറ്റ് വണ്ടി, 3 സിലിണ്ടർ എഞ്ചിൻ കൂടിയാണ്. അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ബാക്കിലേക്ക് വരുവാണെങ്കിൽ D4ഉം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാർട്ട് തന്നെയാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. ബാക്കിലാണെങ്കിലും ആ ഒരു ഡിസൈൻ പാർട്ടും നമുക്ക് ഈ ഒരു ടൈലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു നോർമൽ ടൈലൈറ്റും കാര്യങ്ങളും, പിന്നെ ആ ഒരു ലോഗോ ഓൾട്ടോ K10 എന്ന് പറയുന്ന ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ടൈലൈറ്റ് പിന്നെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ജസ്റ്റ് കാണാം.